റോഡിലൂടെ നടന്നു പോകുന്ന പെൺകുട്ടികൾ മോദിയേക്കാൾ തിരക്കുള്ളവരാണ്. റോഡിൽ കണ്ട കാഴ്ച തുറന്നു പറഞ്ഞ നടൻ സലീം കുമാറിനെതിരെ വിമർശനങ്ങൾ ഉയരുകയാണ്. വിമർശിക്കുന്നവർ റോഡിലിറങ്ങി നോക്കിയാൽ കാണാം സലീം കുമാർ പറഞ്ഞതിന്റെ യാഥാർത്ഥ്യം. ഇത് കണ്ടുവരാം. റോഡിലൂടെ പോകുന്ന പെൺപിള്ളേരെല്ലാം മൊബൈൽ ഫോൺ പിടിച്ചിട്ട് സംസാരിച്ചിട്ടാണ് പോകുന്നത്. നിങ്ങൾ നാളത്തോളം ശ്രദ്ധിച്ചോ, ഒരു പെൺകുട്ടി പോലും മൊബൈൽ ഫോണിൽ സംസാരിക്കാതെ പോകുന്നില്ല. അവർക്ക് ഇത്ര ഇന്ത്യ ഭരിക്കുന്ന മോദിക്കുണ്ടാവൂലേ ഈ തിരക്ക്? നടക്കുന്ന വഴി ഫോൺ ചെയ്തിട്ട് പോവുക. ഇവര് എന്തെന്നാണ് ഈ പറയണത്? പ്രധാനമന്ത്രിയേക്കാൾ തിരക്കുള്ള പെൺകുട്ടികൾ മാത്രമല്ല, ആൺകുട്ടികളും മുതിർന്നവരുമുണ്ട് നമ്മുടെ നാട്ടിൽ. ഒരുപക്ഷെ കോഴിക്കോട് നഗരത്തിലെ കാഴ്ച മാത്രമാകാൻ സാധ്യതയില്ല. എങ്കിൽ കൂടി സലീം കുമാർ പറഞ്ഞ സാഹചര്യത്തിൽ കോഴിക്കോട് നഗരത്തിലെ ഈ കാഴ്ചകളൊന്ന് കണ്ടു നോക്കൂ. വാഹനം ഉപയോഗിക്കുന്ന ആളുകൾ മൊബൈൽ ഉപയോഗിക്കുന്ന പോലെ തന്നെ നമുക്ക് അനുഭവപ്പെടുന്ന ഒരു ബുദ്ധിമുട്ടാണ് കാൽനട യാത്രക്കാർ സീബ്ര ലൈൻ ക്രോസ് ചെയ്യുന്ന സമയത്ത് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ സിഗ്നൽ ജംഗ്ഷനിൽ നമ്മൾ വാഹനങ്ങൾക്കാണ് പ്രാധാന്യം. സീബ്ര ലൈൻ ഉണ്ടെന്ന് വെച്ച് നമുക്ക് 24 hours സീബ്ര ലൈൻ നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ വാഹനം സിഗ്നൽ ഗ്രീനിൽ പോകുന്ന സമയത്ത് വരെ വളരെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ വരെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചും അശ്രദ്ധമായിട്ടും റോഡ് ക്രോസ് ചെയ്യുന്ന സാഹചര്യം നമ്മൾ 4 ഭാഗം നമുക്ക് ഒരേ സമയത്ത് ശ്രദ്ധിക്കാം. പരമാവധി നമ്മൾ ആളുകളെ പിടിച്ച് കൺട്രോൾ ചെയ്യലുണ്ട്. കാരണം വലിയ വാഹനങ്ങളാണ്, അവർ സ്റ്റാൻഡിലെത്താനൊക്കെ സമയം വളരെ പരിമിതമായതുകൊണ്ട് അതിവേഗതയിൽ വരുന്ന വാഹനങ്ങളാണ് സിഗ്നൽ ഉണ്ടാവുക. പക്ഷേ ആളുകൾ ഇത് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ മെയിൻ കാരണം. അവർ നമ്മൾ പറയുമ്പോൾ സീബ്ര ലൈൻ അല്ലേ എന്നുള്ള രീതിയിലാണ് നമ്മൾ നോക്കുക. പ്രായമുള്ള ആളുകളോട് നോക്കുമ്പോൾ അവർ ഒന്നുകൂടി നമ്മളെന്തോ തെറ്റായുള്ള കാര്യം അവരോട് പറയുന്നത് പോലെ അവർ ഒരു പ്രതികരണം ആ രീതിയിലാണ്. ഫോണും വിളിച്ച് വാഹനം ഓടിച്ചാൽ പോലീസോ മോട്ടോർ വാഹന വകുപ്പോ പിടികൂടും. എന്നാൽ ഫോൺ വിളിച്ച് റോഡിലൂടെ നടന്നാൽ ആര് പിടികൂടും? വാഹനം ഓടിക്കുന്നവർ മാത്രമല്ല, റോഡിലൂടെ നടക്കുന്ന കാൽനട യാത്രക്കാരും റോഡ് ഗതാഗത നിയമങ്ങൾ പാലിക്കണം. കോഴിക്കോട് നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് വിനീഷ് ഓളമണയ്ക്കൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ്, റിപ്പോർട്ടർ.